ഞാൻ ഇത് ശരിക്കും ഇപ്പം എൻ്റെ നാലാമത്തെ മാരുതിയാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മെച്ചുവേർഡായി വണ്ടികൾ. പുറത്തൊക്കെ ശരിക്കും സ്വിഫ്റ്റിന്റെ ഒരു 1.6 4-wheel ഡ്രൈവ് വണ്ടി ഉണ്ടായിരുന്നു ഈ എസ്റ്റീമിന്റെ അതേ ലുക്കിൽ. കംപ്ലീറ്റ് ഒരു എക്കണോമിക്ക് വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇതിന്റെ എഞ്ചിനിൽ നിന്ന് തന്നെ ഒരൊറ്റ ഔട്ട് പോലെയാണ് ഈ സൈലൻസറിന്റെ ഒരു ഔട്ട് വരുന്നത്. നമുക്ക് ആ പുറത്തേക്ക് വരുന്ന 3 മറ്റേ മാനിഫോൾഡ് ഒന്നും കാണാൻ പറ്റുകയില്ല. വണ്ടി അടിപൊളി അല്ലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ വണ്ടിയല്ലേ. അപ്പൊ AC ഒന്നും ഇട്ടാൽ ഈ കമ്പനി AC ആണെങ്കിലും വണ്ടി വലിക്കുകയല്ല. ഈ എസ്റ്റീമിന്റെ എഞ്ചിൻ 3 വണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് ജിപ്സിയിൽ വന്നിട്ടുണ്ട്. നമസ്കാരം. നമ്മള് മാരുതിയിലെ നെക്സയിൽ ജോയിൻ ചെയ്തു. സായി സർവീസ് എന്ന സ്ഥലത്താണ് ജോയിൻ ചെയ്തേക്കുന്നത്. കോട്ടയം തളത്താണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്, പിന്നെ ജിഷു ചേട്ടൻ എന്നാണ് പേര്. അപ്പം ജിഷു ചേട്ടൻ്റെ വണ്ടിയുടെ ഒരു ജേണിയും അതുപോലെ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് സെലറി കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം മാരുതിയുടെ ഹൈലൈറ്റും നേരത്തെ യൂസ് ചെയ്ത വണ്ടിയുടെ നല്ലതും മോശവും എല്ലാം ജിഷു ചേട്ടൻ പറയും. അപ്പോൾ ജിഷു ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറാണ്. പിന്നെ ഇത് ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അധികം കിലോമീറ്റർ ആയിട്ടില്ല. 2 കൊല്ലമായല്ലേ? 2 കൊല്ലമായി. 10,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഈ വണ്ടി മേടിച്ച കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഓർമ്മയുണ്ട്. പെട്ടെന്ന് സമയം പോയി. 2 കൊല്ലം ജസ്റ്റ് ആയതേ ഉള്ളൂ. 2 കൊല്ലത്തിന്റെ ആദ്യത്തെ പെയ്ഡ് സർവീസ് ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. കിലോമീറ്റർ 10,000 ആയിട്ടേ ഉള്ളൂ. വർഷം ഒരു 5,000 വെച്ചൊക്കെ പോകുന്നുള്ളൂ ഇപ്പം. നേരത്തെ മേടിച്ച വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ ഇത് ശരിക്കും ഇപ്പം എൻ്റെ നാലാമത്തെ മാരുതിയാ. നാലാമത്തെ മാരുതി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഇതാണ് ഞാൻ മേടിക്കുന്നത്. ബാക്കി ഫാമിലി കാർസ് ആയിരുന്നു ചെറുതിലേ തൊട്ട് യൂസ് ചെയ്തത് ഞാനായിരുന്നു. വീട്ടിൽ ഞാൻ മാത്രമേ ഓടിക്കുകയുള്ളായിരുന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ വണ്ടി ഒരു ഒമ്നി ആയിരുന്നു. അത് പിന്നെ ഒരു ഡ്രൈവറിനെ വെച്ചൊക്കെ ആയിരുന്നു പണ്ട് എനിക്ക് ലൈസൻസ് കിട്ടുന്നതിന്റെ മുമ്പ്. പഴയ ഒമ്നി, ഉണ്ടക്കണ്ണ ഒമ്നി. അത് ഒരു പ്രത്യേകത ഉള്ള ഒമ്നി ആയിരുന്നു. അത് ആർക്കും അറിയാൻ മേലാത്ത ഡീലക്സ് ഒമ്നി ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അത് അപ്പൊ കമ്പനി AC അതെ കറുത്താണ് ആ ഇത് വരുന്നത്. ആദ്യത്തെ വണ്ടികൾക്കായിരുന്നു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് പോരുന്ന പോലത്തെ മാരുതി എന്നുള്ള എഴുത്തുണ്ടായിരുന്നു. ഇതില് ഒമ്നി എന്ന് പറഞ്ഞ് തന്നെ ഫ്രണ്ടില് ബാഡ്ജ് വരുമായിരുന്നു. എന്നിട്ട് ഡീലക്സ് വണ്ടിയായിരുന്നു. അപ്പൊ അതിന് മറ്റേ എന്താണ് ടിൻഡഡ് ഗ്ലാസും കമ്പനി ACയും ബാക്കിൽ ഒരു 5 സീറ്റർ ആയിരുന്നു. അന്ന് ഒമ്നി ഇറങ്ങിയിട്ടില്ല. അപ്പം ബാക്കിൽ ഒരു കർട്ടനൊക്കെ കമ്പനി തന്നെ ഇടുന്ന ഒരു സംഭവമൊക്കെ ആയിട്ട് അത് കുറച്ചാൾ ഓടിച്ചു. പിന്നെ എൻ്റെ ഒരു തുടക്കകാലത്ത് ഞാൻ അതാ ഓടിച്ചിരുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഒരു 3 സിലിണ്ടറിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. വണ്ടി അടിപൊളി അല്ലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ വണ്ടിയല്ലേ. അപ്പൊ AC ഒന്നും ഇട്ടാൽ ഈ കമ്പനി AC ആണെങ്കിലും വണ്ടി വലിക്കുകയല്ല. അന്നത്തെ പിന്നെ അന്നത്തെ ഒമ്നിക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 35 ഹോഴ്സ് കാസ്റ്റ് അയൺ ബ്ലോക്ക് വണ്ടിയാ. പിന്നീടാണ് അത് പിന്നെയും അലുമിനിയം എന്തൊക്കെ 35 ഹോഴ്സ് പവറേ ഉള്ളതെന്നുള്ളൂ. 4 ഗിയറും ഒക്കെ ഉള്ള അത്ര ഒരു സാധാരണ വണ്ടി. പിന്നെ ഡ്രം ബ്രേക്ക് ആയിരുന്നു. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ ഫ്രണ്ടും ബാക്കും ഒക്കെ. പിന്നീട് അത് ഡിസ്ക് ഒക്കെ ആയിരുന്നു ഒമ്നിക്ക്. പക്ഷെ പവർ ബ്രേക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ഡ്രം ഒമ്നി സ്റ്റോപ്പ് ചെയ്തല്ലോ. ഒമ്നിയാണ് 800-നെക്കാട്ടിലും ഇറങ്ങി ഉണ്ടായിരുന്നു. അല്ല 2-3 അല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2018 തൊട്ടില്ലെന്ന് തോന്നുന്നു. 2016 പക്ഷേ 800 നിർത്തിയെന്ന് തോന്നുന്നു. അപ്പൊ ഒമ്നിയാണ് ആ ഒറിജിനൽ ഇതിൽ ഉള്ള 3 സിലിണ്ടർ ആദ്യത്തെ. ഇപ്പൊ ഈക്കോ മാത്രമേ ഉള്ളൂ. ഈക്കോയും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സൂപ്പർ ക്യാരി എന്ന് പറഞ്ഞ വണ്ടികൾ പിന്നീട് ഒമ്നി എന്ന് പറഞ്ഞ് വന്ന ഇവിടെ ഒമ്നി അങ്ങനെയൊക്കെ വന്ന. അപ്പൊ ഈ എന്നാ ആദ്യത്തെ 3 സിലിണ്ടർ അതായിരുന്നു. പിന്നെ അതിൽ നിന്ന് എനിക്കൊരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടാണ്. അപ്പം പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് അത് ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ തന്നെ ആക്സിഡന്റ് ആക്കിയത്. അതൊന്ന് മറിഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഒക്കെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇത് പറയുന്നത് 91 മോഡല് ഈ ഒമ്നി ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് മേടിച്ചത്. കൊടുക്കുന്നത് ഈ ടോട്ടൽ ലോസ് പോലെ ആയി പോയായിരുന്നു. അത് ഒരു 2000-ലാണ് ഈ സംഭവം നടക്കുന്നത്, ആക്സിഡന്റ് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അത് ഒഴിവാക്കി. പിന്നെ ഒരു 6 മാസത്തേക്ക് വീട്ടിൽ വണ്ടി ഞാനായിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കിയോണ്ട്
വണ്ടി മേടിച്ച് തരികയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കൺവിൻസ് ചെയ്ത് കുറച്ച് സേഫ് ആയിട്ടുള്ള വലിയ വീലൊക്കെ ഉള്ള വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞ് അതെടുക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് എസ്റ്റീമാണ് എടുക്കുന്നത്. അത് പക്ഷേ ആദ്യത്തെ മോഡല് കാർബറേറ്റർ VX എന്ന് പറഞ്ഞ VXI എന്നില്ലായിരുന്നു. ഈ MBFI വേർഷൻ വന്നപ്പം തൊട്ടാണ് VXI എന്ന് ചേർക്കുന്നത്. ഈ എസ്റ്റീമിന്റെ എഞ്ചിൻ 3 വണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് ജിപ്സിയിൽ വന്നിട്ടുണ്ട്, ജിപ്സി കിങ് എന്ന് പറയുന്ന 1.3 ആ ജിപ്സി കിങ്ങിൽ ഇരിക്കുന്നത്. പിന്നെ ഈക്കോരെ മുമ്പ് വേർസ എന്ന് പറഞ്ഞൊരു മേള് പൊങ്ങിയ ഒരു വാൻ ഉണ്ടായിരുന്നല്ലോ, ആ വണ്ടിക്കും ഈ 1.3 എഞ്ചിനായിരുന്നു. അല്ലാതെ എന്റെ അറിവിൽ ആ 1.3 വേറെ ഒന്നിലും ഇല്ലായിരുന്നു. അല്ലല്ല, ആ 1.3 പിന്നീട് അതിന്റെ ഹെഡൊക്കെ മാറ്റി ആദ്യത്തെ സ്വിഫ്റ്റിൽ വന്ന ആ 1.3 പിന്നീടാണ് അത് കംപ്ലീറ്റ് ഫേസ് ഔട്ട് ചെയ്ത് K12 എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ K സീരീസ് എഞ്ചിൻ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാ ആ എഞ്ചിൻ അതോടെയാ നിക്കുന്നത് 1.3. എസ്റ്റീം എനിക്ക് ഭയങ്കര അതൊരു അന്നത്തെ ഒരു അതെ, പിന്നെ അതില് നല്ലൊരു അനുഭവമായിരുന്നു. ഭയങ്കര എന്തൂസിയാസ്റ്റിക് ഒരു സംഭവമാണല്ലോ. കാണിക്കാനുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു. അതിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി. അല്ല, ഇതെന്നാന്ന് വെച്ചാൽ ഈ ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് പുഷ് ചെയ്യുമായിരുന്നു കേട്ടോ. പുഷ് ചെയ്ത് അതിന്റെ ഒരു ലിമിറ്റിലൊക്കെ പോയി. ഇന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ജീവനോടെ കാണുകയല്ല. എന്നാ വെച്ചാൽ ഇന്നത്തെ തിരക്കിനൊന്നും അത് പറ്റിയല്ലോ. അന്ന് പിന്നെ അത്രയും ബഹളമൊന്നും ഇല്ലാഞ്ഞോണ്ട്. പക്ഷെ ഇത് 2000 തൊട്ട് ഞാനൊരു 2005 വരെ ആ വണ്ടി ഉപയോഗിച്ച്. 2005 മുമ്പ് അത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ഈ വണ്ടി എസ്റ്റീം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോണ്ട് 2005 2005 4 അത് കൃത്യം ഓർക്കുന്നില്ല, 4 തോന്നുന്നു, ഈ എസ്റ്റീം VXI ഫേസ് ലിഫ്റ്റ് വന്ന ഏറ്റവും അവസാനത്തെ VXI, അതും 1.3 അത് മേടിക്കുന്നത്. അത് VXI അന്നത്തെ ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ് മേടിച്ചത്, ടോപ്പ് എൻഡ്. അന്നും ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ കീലെസ് എൻട്രി ഒന്നും ഇല്ല, ജസ്റ്റ് സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്, കീലൊന്നും മറ്റേ ഇതൊന്നും ഇല്ല. നമ്മൾ രണ്ടാമത് വേറെ എസ്റ്റീം ഭയങ്കര ഔട്ട്പുട്ട് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടാമത്തെ വണ്ടി ഒന്നും കൂടെ അതിനൊക്കെ. പിന്നെ എന്നാന്ന് വെച്ചാൽ അന്ന് എസ്റ്റീമിന്റെ ഈ വണ്ടിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയിലൊക്കെ ഇപ്പം നമ്മൾ ബോണറ്റ് പൊക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു എക്കണോമിക്ക് വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇതിന്റെ എഞ്ചിനിൽ നിന്ന് തന്നെ ഒരൊറ്റ ഔട്ട് പോലെയാണ് ഈ സൈലൻസറിന്റെ ഒരു ഔട്ട് വരുന്നത്. നമുക്ക് ആ പുറത്തേക്ക് വരുന്ന 3 മറ്റേ മാനിഫോൾഡ് ഒന്നും കാണാൻ പറ്റുകയില്ല. പക്ഷേ എസ്റ്റീമിന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഔട്ട് തന്നെ ഒരു ഇങ്ങനെ റാലി ഇതുപോലെയായിരുന്നു. അതായത് എല്ലാ സിലിണ്ടറിൽ നിന്നും മറ്റേ ഒരേപോലെ ഈ എഞ്ചിന്റെ ഔട്ട്പുട്ട് ഒരേപോലെ കിട്ടാൻ വേണ്ടി ഈ എക്സോസ്റ്റ് തള്ളിപ്പോകുന്നതേ ഒരേ അളവിൽ കിട്ടാൻ അതെല്ലാം ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു ഇതൊക്കെയായിരുന്നു. അപ്പൊ അന്നേ എസ്റ്റീം സത്യം പറഞ്ഞ ഒരു പെർഫോമൻസ് കിട്ടുന്ന വണ്ടിയായിരുന്നു. പിന്നെ ശരിക്കും ഒരു അപ്പനായിട്ട് വരും ഈ ബലീനോ അല്ലേ? എസ്റ്റീം ശരിക്കും ഒരു അപ്പനായിട്ട് വരും ഈ ബലേനോരൊക്കെ. അങ്ങനെയാണ്. എന്നാ വെച്ചാൽ ബലേനോ എന്നാന്ന് വെച്ചാൽ എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും അറിയത്തില്ല. എസ്റ്റീം തുടക്കം എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാണ് പുറത്തൊക്കെ ഇറങ്ങിയിരുന്നത്. പുറത്തൊക്കെ ശരിക്കും സ്വിഫ്റ്റിന്റെ ഒരു 1.6 4-wheel ഡ്രൈവ് വണ്ടി ഉണ്ടായിരുന്നു ഈ എസ്റ്റീമിന്റെ അതേ ലുക്കില്. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കാണ് നമ്മൾ ആദ്യമായിട്ട് മറ്റേ 1000cc എഞ്ചിൻ, അതായത് ജിപ്സിക്കകത്തും സെന്നിന്റെ അകത്തും വന്ന 1000cc വെച്ചിട്ട് മാരുതി 1000 എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിരുന്നത്. അപ്പൊ ഈ 1000 ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കണ്ട ആകെ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് വിൻഷീൽഡിന്റെ മേളില് ഒരു ഗ്രീൻ കോട്ടിങ് വരും എസ്റ്റീമിന്. 1000 ആ ഗ്രീൻ കോട്ടിങ് ഇല്ലായിരുന്നു. പുറത്തുനിന്ന് കണ്ട ഗ്ലാസ് മാറ്റാത്ത വണ്ടിയായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇവിടെയായിട്ട് അവിടെ ഒരു ഗ്രീൻ കോട്ടിങ് ഇങ്ങനെ വരും കമ്പനി തന്നെ. അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന വ്യത്യാസം. പിന്നീടാണ് എസ്റ്റീമിന് ഫുള്ള് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നപ്പോഴേക്കും വണ്ടി മൊത്തത്തിൽ മാറിയത്. ആദ്യത്തെ എസ്റ്റീം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഈ അറിയാവുന്നവർക്ക് മാത്രം ഈ ഫ്രണ്ട് കാണുമ്പോൾ ഇത് 1000 ആണോ എസ്റ്റീം ആണോ എന്ന് പിടികിട്ടും. പുതിയ വണ്ടിനേക്കാളും ഒത്തിരി സംസാരിക്കാനുള്ള പഴയ വണ്ടിനെ കുറിച്ച്. അതെ, അത് ചിലപ്പോ ആയിരിക്കും. എന്നാന്ന് വെച്ചാൽ എനിക്ക് പുതിയ വണ്ടികൾ ശരിക്കും ക്യാരക്ടർ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഈ പഴയ വണ്ടികളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മെച്ചുവേർഡായി വണ്ടികൾ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ആയി, ഭയങ്കരമായിട്ട് നമുക്ക് എക്കണോമിക്കലായി. അപ്പൊ എക്കണോമിക്കലാകുമ്പോഴേക്കും ഉള്ള പ്രശ്നങ്ങളുണ്ട്, ചില പോരായ്മകളുണ്ട്.
ഇപ്പം മാരുതിയിൽ പണ്ട് തൊട്ടേ ഈ എക്കണോമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിക്ക് ശരിക്കും വണ്ടിക്ക് വെയിറ്റ് കുറച്ച് കുറവാണ്. അപ്പം ഈ വണ്ടിയിലും നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഇതിൻ്റെ ഒരു വെയിറ്റ് ഇല്ലായ്മ നല്ലതായിട്ട് മനസ്സിലാവും.